ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുക കേട്ടോ. ആ സമയത്ത് ഇഷിതക്ക് ഒരു സ്വപ്നം കാണുവാണ്. വേറൊന്നുമല്ല, ഇഷിതക്ക് അങ്ങനെ പ്രസവ വേദന വന്നു. പ്രസവ വേദന വരുമ്പോഴേക്കും ഇഷിതേന ദേവിക ഡോക്ടർ പ്രസവ റൂമിലേക്ക് കയറ്റിയിരിക്കുക കേട്ടോ. അവിടെ ഇഷിത ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് വരുവാണ് മനസ്വിനെ കാണുമ്പോൾ തന്നെ ഇഷിത ആകെ ഷോക്ക് ആവാട്ടോ. ഇഷിത പേടിച്ച് നിൽക്കുമ്പോഴേക്കും മനസ്വിനി പറയണ്ടേ, എടി നീ എന്താ വിചാരിച്ചത്, നിനക്ക് സുഖമായിട്ട് പ്രസവിച്ച് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിന്ന് പോകാന്നോ? ഒരിക്കലും നിനക്ക് ഇവിടെ നിന്ന് കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റടി. നീ പ്രസവിക്കില്ലടി. എൻ്റെ മരുമകൾ ആദ്യം പ്രസവിക്കും, അതിനുശേഷം നീ പ്രസവിച്ചാൽ മതി. അവള് സുഖമായിട്ട് ജീവിക്കാന്ന് വെച്ചു, അതും എൻ്റെ മുമ്പിക്കടി. നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ മനസ്സിനൊരു ഒറ്റ തള്ളു വെച്ചു കൊടുക്കുകയാണ് ഇഷിതേന. ഇഷിത വയറടിച്ച് അവിടെ വീണ് പൊട്ടിക്കരഞ്ഞ് അങ്ങനെ കിടക്കുവാട്ടോ. അതേപോലെ തന്നെ കിടക്കുവാണ് ഇഷിതേന. നോക്കിയോ എടുക്കാനോ ആരും തന്നെ അവിടേക്ക് വരുന്നില്ല. ഇഷിത പെട്ടെന്ന് സ്വപ്നത്തിൽ ചാടി എഴുന്നേറ്റ് പൊട്ടിക്കരയാണ്. മഹേഷ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പ്രാന്ത് പിടിച്ച പോലെ കരയാട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, അവര് ആ മനസ്സുനി എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ഇല്ലാതാക്കും, അവരെല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും മഹേഷ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ എന്താ വലിയ സ്വപ്നം കണ്ടോ? താൻ സ്വപ്നം കണ്ടതാ? അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് പേടിയാവുന്നു മഹേഷ് എന്നൊക്കെ ഇഷിത പറയുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ സ്വപ്നവലി രാമനാഥനും ചിപ്പിയൊക്കെ വരുന്നുണ്ട്. എന്താ ഇവിടെ ബഹളം കേട്ടത് എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോ, ഒന്നും പറയണ്ടമ്മേ, ദേ ഇയാളെന്തോ സ്വപ്നം കണ്ടു, മനസ്സുനി എന്തൊക്കെയോ ഉപദ്രവിക്കുന്നതായിട്ട്. മോളെ, അത് സ്വപ്നമല്ലേ, മോളുടെ മനസ്സിൽ പേടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ സ്വപ്നം കാണുന്നത്. ദൈവങ്ങളെ നാമം ജപിച്ചിട്ട് മോള് കിടന്നുറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. ഇഷിതാകെ പേടിച്ച് ചെറിയ ചൂടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മഹേഷ് വേണ്ട, അമ്മേ ഇയാൾക്ക് ചെറിയ പനിയുണ്ടല്ലോ. ആണോ? എന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോ. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് മേടിക്കണതാണ് നല്ലത്. അപ്പൊ രാമൻ പറയണ്ടേ, ഞാനും വരാൻ മോനെ, നീ റെഡി ആയിക്കോ. ഇഷിതാണെങ്കിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ചിപ്പി കരഞ്ഞുകൊണ്ട് ഇഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മേ, എന്താ മോളെ? അമ്മേ, എൻ്റെ കുഞ്ഞുവാക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ എന്ന് ചിപ്പിയും കരയുവാട്ടോ. എനിക്കറിയില്ല മോളെ, മോളുടെ കുഞ്ഞുവാവനെ നല്ല രീതിയിൽ തന്നെ മോൾക്ക് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. എനിക്ക് വേണോ അമ്മേ, എനിക്ക് കുഞ്ഞുവാനെ വേണോ അമ്മേ എന്ന് പറഞ്ഞിട്ട് ചിപ്പിയും കരയുന്നുണ്ട്. പെട്ടെന്ന് ചിപ്പി നമ്മുടെ ഇഷിതയുടെ ഇങ്ങനെ ചൂടിങ്ങനെ പനിയുണ്ടോ നോക്കുമ്പോഴേക്കും ഇഷിതക്ക് നല്ല പനിയുണ്ട് കേട്ടോ. അച്ഛ, അമ്മക്ക് നല്ല പനിയുണ്ട്, കുഞ്ഞുവാവക്കും പനി വരും, അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും അച്ഛ. ശരി എന്ന് പറയാണ്. അങ്ങനെ ഇഷിതനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഇഷിത ഒന്ന് ഓക്കെ ആയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നു കേട്ടോ. രാവിലെയൊക്കെ ഇഷിത ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ഇഷിത നേരെ പോണത് മനസ്സിനുടെ വീട്ടിലേക്കാട്ടോ. ബെല്ലടിക്കുമ്പോ തന്നെ വാതിൽ തുറക്കുന്നത് മാധവാണ്. മാധവ് ചോദിക്കണ്ടേ, ഇതാരും ഇഷിതയോ? എടുത്തി ഇതാരാ വന്നേക്കണേ നോക്കിയേ. അയ്യോ, എടുത്തി സ്കൂളിൽ പോയല്ലോ. ഇഷിത വാ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, വാ. അപ്പൊ ലയ വരുന്നുണ്ട്. നീ എന്തിനാടി ഇവിടെ വന്നത്? ദേ ലയെ, വീട്ടിൽ വന്ന ഒരാൾക്ക് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇഷിത പറയണ്ട്, എനിക്ക് മാധവിന്റെ അമ്മയെ ഒന്ന് കാണുമായിരുന്നു, അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. മനസ്സിന് എവിടേക്ക് വരുന്നുണ്ട്. മനസ്സിന് ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ നിനക്ക് പറയാനുള്ളത്? നോക്ക്, മുമ്പ് ഒരുപാട് ദേഷ്യം മനസ്സിനെ അമ്മക്ക് എന്നോടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതുപോലത്തെ ഒരു അവസ്ഥയല്ല എനിക്കിപ്പോ. ഞാനിപ്പോ ഒരു കുഞ്ഞെ പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മനസ്സിനെ അമ്മക്ക് അറിയാലോ. ഇനി മനസ്സിലെ ശത്രുതയൊക്കെ കളഞ്ഞിട്ട് എൻ്റെ അടുത്തുള്ള ശത്രുതയൊക്കെ മനസ്സിനെ അമ്മ മറക്കണം. എന്നെ മുമ്പത്തെ പോലെ തന്നെ മകളെ പോലെ സ്നേഹിക്കണം. നിന്നെയോ മകളെ പോലെ സ്നേഹിക്കാനോ? വേറെ പണിയില്ല എനിക്ക്. നോക്ക്, എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത് മനസ്സിനെ അമ്മേ. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ശാപവാക്കുകൾ കൊണ്ട് ഒന്നും പറയല്ലേ മനസ്സിനിയമ്മേ എന്നൊക്കെ ഇഷിത കേണപേക്ഷിക്കുക കേട്ടോ. അത് കേട്ട് മനസ്സിന് പറയണ്ടേ, എടി ഞാൻ നിന്നെ ശപിക്കല്ല, നിന്നെ ശപിച്ച് നാറാണക്കല്ലെടുക്കുന്ന രീതി ശപിക്കാൻ പോവാണ്. നീ ഒരിക്കലും നന്നായിട്ട് പ്രസവിക്കില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മോശമായിട്ടുള്ള രീതിയിൽ ഇഷിതനെ പറയാട്ടോ. ഇഷിത പൊട്ടിക്കരയണം. അമ്മേ നിർത്തമ്മേ എന്ന് മാധവ് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഇഷിത അവിടെ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകുക കേട്ടോ. മാധവും തൊട്ടു പിന്നാലെ പോകുമ്പോ ലയ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് എങ്ങോട്ടേക്കാ പോണത്? ഓ, നിങ്ങൾക്ക് ഇപ്പോഴും അവളെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അതേടി, എനിക്ക് ഇഷിതനെ മറക്കാൻ പറ്റില്ല, എനിക്കിപ്പോഴും ഇഷിതനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധവ് പുറത്തേക്ക് പോകട്ടോ. ഇഷിത ഒരുമാതിരി പ്രാന്ത് പിടിച്ച അവസ്ഥയിലായിട്ടോ. കാരണം കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാണ് ഇഷിതക്ക്. അങ്ങനെ രാവിലെ തന്നെ ആദി പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. രചന ചോദിക്കണ്ട, മോനെ എങ്ങോട്ടേക്കാ പോണത്? ഞാൻ ഇഷിതാമ്മനെ കാണാൻ വേണ്ടി പോവാ. എന്തിനാ മോനെ അങ്ങോട്ടേക്ക് പോണത്? അത് മമ്മിക്കറിയില്ലേ, ഞങ്ങളുടെ കുഞ്ഞുവാവേ, എന്റെയും ചിപ്പിയുടെയും കുഞ്ഞുവാവേ ഇഷിതാമ്മയുടെ വയറ്റിലുണ്ട്. അപ്പൊ ഇഷിതാമ്മനെ കാണാൻ പോകണ്ടേ? ഓ, നിനക്കപ്പോ അവൾ അത്രമാത്രം ഇഷ്ടമാണല്ലേ? അതെ, ഇഷ്ടമാണ്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ആദി നേരെ ഇഷിതനെ കാണാൻ വേണ്ടി പോവാണ്. ആതിര കേരളം പോക്കറ്റ് മണി വെച്ചിട്ട് ആദി കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സ് ഒക്കെ ആയിട്ടാണ് പോണത്. ബെല്ലടിക്കുമ്പോഴേക്കും സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കുന്നത്. ഇതാരും ആദ്യോ? എത്ര നാളായി മോനെ നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട്? മോനെ കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അല്ല
മോനിപ്പോ മമ്മിയടുത്ത് പറഞ്ഞിട്ടാണോ വന്നത് അതോ കണ്ണ് വെട്ടിച്ചാണോ വന്നത്? ഞാൻ പറഞ്ഞിട്ടാ വന്നത്. മമ്മി പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുവാവനെ എനിക്ക് എന്റെ കുഞ്ഞുവാവനെ കാണണം. കുഞ്ഞുവാവയോ? അതെ, ഇഷിത നമ്മുടെ വയറ്റിലുള്ളത് ഞങ്ങളുടെ കുഞ്ഞുവാവയല്ലേ. ഓഹോ അങ്ങനെ. ഓ മോന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. അതോ ഇതേ എന്റെ കുഞ്ഞനിയനും കുഞ്ഞനിയത്തിയോ അല്ലേ ഇഷിത നമ്മുടെ വയറ്റില്. ആ കുഞ്ഞോക്ക് കഴിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ ഇഷിതാമ്മ കഴിച്ചാലല്ലേ കുഞ്ഞോക്ക് കിട്ടുള്ളൂ. ഇഷിതാമ്മനെ കാണാൻ വേണ്ടി വന്നത്. ആ മോൻ വാ, ഇഷിത റൂമിലുണ്ട് വാ. അപ്പോഴേക്കും ഇഷിത എഴുന്നേക്കാണ്. ആ ഇതാരെ ആദ്യോ? ആ ഇഷിതാമ്മ എഴുന്നേക്കണ്ട, അവിടെ കിടന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ. ഇഷിതാമ്മക്ക് പനിയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഇഷിതാമ്മ പേടിക്കൊന്നും വേണ്ടട്ടോ, ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെയില്ലേ. ഇതേ ഇഷിതാമ്മക്ക് വേണ്ടി ഞാൻ മേടിച്ചോണ്ട് വന്നതാണ്. തൊട്ടടുത്ത് നല്ല കടയൊന്നും ഉണ്ടായില്ല ഇഷിതാമ്മേ, എന്നാലും നല്ലതാന്ന് തോന്നുന്ന ഒരു കടയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇഷിതാമ്മക്ക് ഫ്രൂട്ട്സ്. അപ്പോഴേക്കും ഇഷിത ആദ്യം കവിളിൽ ഒരു ഉമ്മ കൊടുക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് മോൻ കറക്റ്റ് സമയത്താണത്, മോനൊന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇഷിതാമ്മ എന്നൊക്കെ പറയാണ്. മോനെ ഇന്നൊരു ദിവസം ഇവിടെ നിന്നൂടെ? ആദ്യം ഇങ്ങനെ ആലോചിക്കുകയാണ് ഇഷിതാമ്മ, ഞാൻ മിക്കപ്പോഴും ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വരാം. രാത്രി നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരിയാവില്ല ഇഷിതാമ്മ, അതുകൊണ്ടാ. പക്ഷെ കുഞ്ഞോ വരാനാവുമ്പോഴേക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാകും എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട്. ആദ്യം അങ്ങോട്ട് പോയപ്പോൾ തന്നെ രചനയുടെ മുഖമൊക്കെ ആകെ മാറി കേട്ടോ. ആകാശ് വരുന്നുണ്ട്. നിന്റെ പുഞ്ഞാര മോനെ എവിടെ പോയടി? അവൻ പോയി അവന്റെ ഇഷിതാമനെ കാണാൻ, കുഞ്ഞാവനെ കാണാനായിട്ട്. ഓ കുഞ്ഞാവ് വന്നില്ല, അതിനു മുമ്പേ പോയോ? ദേ രചന, ഞാൻ നിനത്തൊരു കാര്യം പറയാം. ആദ്യനെ വെച്ചിട്ട് നമുക്കൊരു കളി കളിച്ചാലോ? എന്ത് കളി? അവനൊരു കുഞ്ഞു പയ്യനല്ലേ. ഓ നിനക്ക് അവന് കുഞ്ഞു പയ്യൻ, അവനെ എത്ര വയസ്സായെന്ന് നിനക്കറിയാവോ? അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനാണ്, എന്നിട്ടാണ് കുഞ്ഞു പയ്യൻ പോലും. നല്ല പക്വതയുണ്ട്. നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലത്തെ അല്ല ഇപ്പത്തെ പിള്ളേര്. 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ 10-25 വയസ്സുള്ളവരെ ബുദ്ധിയാ പിള്ളേർക്ക്. അതുകൊണ്ട് അവനെ വെച്ചു ഒരു കളി കളിക്കാം. ഇഷിതനെ നമുക്ക് കൊടുക്കാം. എങ്ങനെ കൊടുക്കുന്ന കാര്യോ എന്താണ് ആകാശ് പറഞ്ഞത്? അത് നീ ഒന്നും അറിയണ്ട. ഞാൻ ഇനിയിപ്പോ ആദ്യം വെച്ച് തന്നെ കളിക്കാൻ വേണ്ടി പോകുകയാണ്. കാരണം ഇനി മഞ്ജിമനെ കൊണ്ടോ മനസ്സുനിൽ കൊണ്ടോ ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വേണം. ആദിക്ക് മാത്രമേ ഇനി നമ്മളെ സഹായിക്കാൻ പറ്റൂ. അല്ല ആദിനെ ചതിച്ച് എന്തിനും ചെയ്യാനാണോ ആകാശിന്റെ ഉദ്ദേശം? അതെ, ചതിയിലൂടെ തന്നെ ഇഷിതനെ കൊടുക്കാൻ വേണ്ടി. അത് ആദ്യ വഴി. അതെന്താ പ്ലാൻ? നീ എന്റെ കയ്യിലുള്ള സംഭവങ്ങൾ കണ്ടോ? ഇതൊക്കെ ഇഷിതനെ കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ കൊണ്ടേ കൊടുത്താലോ, അല്ലെ മഞ്ജിമ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്താലോ ഇഷിത കഴിക്കോ കുടിക്കോ ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? അതെ, മഞ്ജിമയുടെ കയ്യിൽ നിന്ന് ഒന്നും അവള് വാങ്ങിച്ച് കഴിക്കില്ല. ആ വീട്ടുകാർ കൊടുക്കാനും സമ്മതിക്കില്ല. പക്ഷെ ആദ്യം കൊടുക്കുവാണെങ്കിലോ? അതെ, ആദ്യയുടെ കൈകൊണ്ട് അബദ്ധം പറ്റുവാണെങ്കിൽ ആരും അതൊന്നും പുറത്ത് പറയത്തുമില്ല. ആദ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. ഇഷിതയും പ്രശ്നം ഉണ്ടാക്കില്ല അല്ലേ? അത് നല്ലൊരു ഐഡിയ എന്ന് രചനയും പറയുന്നുണ്ട്. അങ്ങനെ രചനയും ആകാശും കൂടി ചേർന്ന് ആദ്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ഇഷിതേനെ ചതിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പരിപാടി നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നു കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇപ്പം ഇഷ്ടമാത്രം സീരിയലിന് വ്യൂ ഭയങ്കര കുറവാണ്. എന്തുപറ്റി? നിങ്ങൾ ഈ സീരിയൽ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഈ സീരിയൽ ഇഷ്ടമല്ലേ? ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ബൈ ബൈ.